ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. അങ്കോള ബോട്സ്വാന സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു യാത്ര തിരിച്ചു. അങ്കോള പ്രസിഡന്റുമായി രാഷ്ട്രപതി നാളെ ഉഭയകക്ഷി ചർച്ച നടത്തും. കേരളത്തിന്റെ മൂന്നാം വന്ദേ ഭാരത് എക്സ്പ്രസായ എറണാകുളം KSR ബംഗളൂരു സർവീസിന്റെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ UAE മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിനായി നബാർഡിന്റെ 1441 കോടി രൂപയുടെ പദ്ധതികൾക്ക് അംഗീകാരം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി പ്രവാസി വോട്ടർമാർക്ക് മാത്രമായി കോൾ സെന്ററിന് രൂപം നൽകുമെന്ന് CEO രത്തൻ യു കേൽക്കർ. മഴ മൂലം മത്സരം ഉപേക്ഷിച്ചതോടെ ഓസ്ട്രേലിയക്കെതിരായ പുരുഷ 2020 ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. വാർത്തകൾ വിശദമായി. ആഫ്രിക്കൻ രാജ്യങ്ങളായ അങ്കോള ബോട്സ്വാന സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടു. ഇന്ന് രാത്രി രാഷ്ട്രപതി അങ്കോളയിലെത്തും. പ്രസിഡന്റ് ലൊറൻസോയുമായി ഞായറാഴ്ച ശ്രീമതി മുർമു ഉഭയകക്ഷി ചർച്ച നടത്തും. അങ്കോള പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രപതി ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കും. തുടർന്ന് ശ്രീമതി മുർമു ബൊട്സ്വാനയിലേക്ക് തിരിക്കും. കേരളത്തിന് അനുവദിച്ച മൂന്നാം വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് തുടങ്ങി. എറണാകുളത്ത് നിന്ന് KSR ബംഗളൂരുവിലേക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിർവഹിച്ചു. ഇതുൾപ്പെടെ 4 പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളാണ് ശ്രീ മോദി ഇന്ന് വാരാണസിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്തത്. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, മന്ത്രി P. രാജീവ് എന്നിവർ പങ്കെടുത്തു. വന്ദേ ഭാരത് ട്രെയിനിന് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നൽകിയ സ്വീകരണം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. എറണാകുളം മുതൽ KSR ബംഗളൂരു വരെയുള്ള 630 കിലോമീറ്റർ ദൂരം വന്ദേ ഭാരത് എക്സ്പ്രസിൽ 8 മണിക്കൂർ 40 മിനിറ്റിൽ പിന്നിടാനാകും. തൃശൂർ, പാലക്കാട്, കോയമ്പത്തൂർ, തിരുപ്പൂർ, ഈറോഡ്, സേലം, KR പുരം എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുകളുണ്ട്. ബുധൻ ഒഴികെയുള്ള ദിവസങ്ങളിൽ ബംഗളൂരുവിൽ നിന്ന് പുലർച്ചെ 5:10 പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1:50 എറണാകുളത്തെത്തും. തിരിച്ച് എറണാകുളത്ത് നിന്ന് ഉച്ചയ്ക്ക് 2:20 പുറപ്പെട്ട് രാത്രി 11 മണിക്ക് ബംഗളൂരുവിൽ എത്തുന്ന തരത്തിലാണ് സർവീസ്. പുതിയ വന്ദേ ഭാരത് സർവീസ് ഏറെ ഗുണകരമാകുമെന്ന് ബംഗളൂരുവിൽ വിദ്യാർത്ഥിനിയായ മേഘ മനോജ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. കഴിഞ്ഞ 4 വർഷമായിട്ട് ബാംഗ്ലൂർ പഠിക്കുന്നു. എനിക്ക് മിക്കവാറും നാട്ടിലേക്ക് വരാൻ ട്രെയിൻ ടിക്കറ്റ് കിട്ടാറില്ല. ബസ്സിന് വരാനാണെങ്കിൽ ടിക്കറ്റ് റേറ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ വന്ദേ ഭാരത് ട്രെയിൻ വന്നതോടുകൂടി യാത്രയ്ക്കൊരു ആശ്വാസമാകും. ടിക്കറ്റ് റേറ്റും കുറവാണ്. കുറഞ്ഞ സമയത്തിൽ നാട്ടിലെത്താനും സാധിക്കും. UAEയിൽ സന്ദർശനം തുടരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ UAE മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തി. മന്ത്രിയുടെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. കേരളവും UAEയുമായുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയിൽ ഉയർന്നു വന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി എന്യൂമറേഷൻ ഫോം ഒപ്പിട്ട് നൽകുന്ന മുഴുവൻ പേരെയും കരട് പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. SIRുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. സംസ്ഥാനത്ത് ഇതുവരെ 36 ലക്ഷത്തിലധികം പേർക്ക് എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തു. പ്രവാസി വോട്ടർമാർക്ക് മാത്രമായി കോൾ സെന്ററിനും ഇമെയിൽ IDക്കും രൂപം നൽകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. സംസ്ഥാനത്ത് പ്രതിമാസം 2000 രൂപയായി വർദ്ധിപ്പിച്ച സാമൂഹിക സുരക്ഷാ പെൻഷനും കുടിശ്ശികയിലെ അവസാന ഗഡുവായ 1600 ഉൾപ്പെടെ 3600 രൂപ ഈ മാസം 20-ന് ശേഷം വിതരണം ചെയ്യുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. പത്തനംതിട്ടയിൽ നെടുമ്പ്രം പഞ്ചായത്തിലെ വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. സാധാരണക്കാർക്ക് നിരവധി ആനുകൂല്യങ്ങൾ നൽകുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാരിന്റേതെന്നും മന്ത്രി പറഞ്ഞു. ആകാശവാണി സംഗീത സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിലാണ് സംഗീത സമ്മേളനം നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്. ഒരിടവേളയ്ക്ക് ശേഷമാണ് ആകാശവാണി സംഗീത സമ്മേളനം വീണ്ടും അരങ്ങേറുന്നത്. രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട 24 നഗരങ്ങളിൽ നടക്കുന്ന സംഗീത സമ്മേളനത്തിന്റെ ഭാഗമായാണ് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ നേതൃത്വത്തിൽ തലസ്ഥാന ജില്ലയിൽ സംഗീത പരിപാടി നടക്കുന്നത്. പ്രശസ്ത സംഗീതജ്ഞ K. ഓമനക്കുട്ടിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന സംഗീത സമ്മേളനത്തിൽ കുടമാളൂർ മുരളീധരമാരാരും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യം, NJ നന്ദിനിയുടെ സംഗീത കച്ചേരി, അജിത് G. കൃഷ്ണൻ, SR ശ്രീകുട്ടി എന്നിവർ പാടുന്ന ലളിതഗാനങ്ങൾ എന്നിവ അവതരിപ്പിക്കും. നബാർഡിന്റെ ഗ്രാമീണ അടിസ്ഥാന സൌകര്യ വികസന ഫണ്ടിന് കീഴിൽ കേരളത്തിനായി 1441.24 കോടി രൂപയുടെ വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്ക് അംഗീകാരം. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള ഉന്നതാധികാര സമിതിയാണ് അംഗീകാരം നൽകിയത്. വനം, വൈദ്യുതി, ജലവിഭവം എന്നീ വകുപ്പുകൾക്കാണ് പണം അനുവദിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം അടുത്ത മാസം 1 മുതൽ 19 വരെ നടക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇത് സംബന്ധിച്ച് അംഗീകാരം നൽകിയതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിനായുള്ള പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. NDAയുടെയും മഹാസഖ്യത്തിന്റെയും നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. 20 ജില്ലകളിലായി 122 മണ്ഡലങ്ങളിൽ ചൊവ്വാഴ്ചയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ നവംബർ 14 നടക്കും. പാലക്കാട് 31 സഹകരണ സംഘങ്ങൾ നെല്ല് സംഭരിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചതായി മന്ത്രി VN വാസവൻ. സഹകരണ ബാങ്കുകൾ വഴി നെല്ല് സംഭരിക്കുന്നത് ചർച്ച ചെയ്യാൻ ചേർന്ന മന്ത്രിസഭാ ഉപസമിതി യോഗത്തിനു ശേഷം പാലക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗവൺമെന്റ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പൂർണ്ണമായി സ്വാഗതം ചെയ്യുകയും 31 സഹകരണ സംഘങ്ങൾ നെല്ല് സംഭരിക്കാൻ തയ്യാറാണെന്ന് യോഗത്തിൽ അറിയിക്കുകയും ചെയ്തു. നേരിട്ട് മില്ലുകാരുമായി ബന്ധപ്പെട്ടത് കൊടുക്കാനും ആ മില്ലുകാർ ഇത് അരിയാക്കി കഴിഞ്ഞാൽ തിരിച്ച അരി സപ്ലൈകോ ഏറ്റെടുക്കാനും തീരുമാനിക്കുകയുണ്ടായി. അപ്പോൾ ഇത് പ്രായോഗികമായി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരു സബ് കമ്മിറ്റി ഞങ്ങൾ തെരഞ്ഞെടുത്തു. ആ സബ് കമ്മിറ്റി ഇപ്പൊ തന്നെ യോഗം ചേർന്ന് ഈ ജില്ലയിൽ എവിടെയൊക്കെയാണ് സൗകര്യപ്രദമായ ഗോഡൌണുകൾ നെല്ല് സംഭരിച്ചു വെക്കാനുള്ളതെന്ന് കണ്ടെത്തി 2-3 ദിവസങ്ങൾക്കുള്ളിൽ ഗോഡൌൺ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ഇവിടെ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ സംഘങ്ങൾ അതനുസരിച്ച് നെല്ല് സംഭരിച്ച് ഗോഡൌണിലേക്ക് മാറ്റി മില്ലുകാരുമായി ധാരണയുണ്ടാക്കി അവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിക്ക് ഇന്ന് രൂപം നൽകി. ഇടുക്കി ജില്ലയിൽ 2 കാത്ത് ലാബുകൾ അനുവദിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇടുക്കി വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി ഇടുക്കി മെഡിക്കൽ കോളേജിലും അടിമാലി താലൂക്ക് ആസ്ഥാന ആശുപത്രിയിലുമാണ് കാത്ത് ലാബ് അനുവദിച്ചത്. ഇവ പ്രവർത്തന സജ്ജമാകുന്നതോടെ കേരളം രാജ്യത്തെ എല്ലാ ജില്ലകളിലും കാത്ത് ലാബുള്ള ആദ്യ സംസ്ഥാനമായി മാറുമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. ഓസ്ട്രേലിയക്കെതിരായ പുരുഷ 2020 ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. മഴ മൂലം ഇന്ന് നടന്ന അവസാന മത്സരം ഉപേക്ഷിച്ചതോടെയാണ് 2-1 എന്ന ലീഡോടെ ഇന്ത്യ കിരീടം ചൂടിയത്. ഇന്ന് നടന്ന അവസാന മത്സരത്തിൽ കളി നിർത്തുമ്പോൾ ബാറ്റ് ചെയ്യുകയായിരുന്ന ഇന്ത്യ 4.5 ഓവറിൽ വിക്കറ്റൊന്നും നഷ്ടമാവാതെ 52 റൺസ് നേടി. ഗ്രാമീണ മേഖലകളിൽ ആധുനിക സൌകര്യങ്ങളോടെയുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചതായി മന്ത്രി PA മുഹമ്മദ് റിയാസ്. കോഴിക്കോട് കുന്നമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുതുതായി നിർമ്മിച്ച കവാടം, കളരിക്കണ്ടിയിൽ നിർമ്മിച്ച ആയുർവേദ ഡിസ്പെൻസറി കെട്ടിടം എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മദർ ഏലീഷ്യയെ കാത്തോലിക്ക സഭയിലെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തി. എറണാകുളം വല്ലാർപാടം ബസിലിക്കയിൽ നടന്ന ചടങ്ങിൽ മാർപ്പാപ്പയുടെ പ്രതിനിധിയാണ് പ്രഖ്യാപനം നടത്തിയത്. തുടർന്ന് മദറിന്റെ തിരുശേഷിപ്പ് വല്ലാർപാടം പള്ളിയിൽ അൾത്താരയിൽ പ്രതിഷ്ഠിച്ചു. മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ MR രഘുചന്ദ്രബാലിന് അന്ത്യാഞ്ജലി. നാളെ രാവിലെ 10 DCC ഓഫീസിലും 11:30 കാഞ്ഞിരംകുള ദൃശ്യ ഓഡിറ്റോറിയത്തിലും ഭൌതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കും. വൈകുന്നേരം 3 മണിക്ക് കാഞ്ഞിരംകുളത്തെ കുടുംബ വീട്ടിലാണ് സംസ്കാരം. ഇടുക്കിയിൽ +1 വിദ്യാർത്ഥി ചെക്ക് ഡാമിൽ മുങ്ങി മരിച്ചു. നെടുങ്കണ്ടം സ്വദേശി അനന്തു രാജേഷാണ് മരിച്ചത്. സുഹൃത്തുക്കൾക്കൊപ്പം ചെക്ക് ഡാമിൽ മീൻ പിടിക്കാനെത്തിയതായിരുന്നു അനന്തു. കണ്ണൂർ മട്ടന്നൂരിനടുത്ത് 19 മൈലിൽ ബസും 2 പിക്കറ്റ് വാനുകളും കൂട്ടിയിടിച്ച് കർണാടക സ്വദേശിയായ വാൻ ഡ്രൈവർ മരിച്ചു. ബസ് യാത്രക്കാർ ഉൾപ്പെടെ 14 പേർക്ക് പരിക്കേറ്റു. പാലക്കാട് കൽപ്പാത്തി രഥോത്സവത്തിന് കൊടിയേറി. പ്രധാനപ്പെട്ട 4 ക്ഷേത്രങ്ങളിലും കൊടിയേറ്റ ചടങ്ങുകൾ നടന്നു. ഈ മാസം 14-നാണ് 1ാം തേരുത്സവം. കാലാവസ്ഥ അടിസ്ഥാനമാക്കിയുള്ള വിള ഇൻഷുറൻസ് പദ്ധതിയിൽ പാലക്കാട് ജില്ലയിലെ നെൽ കർഷകർക്ക് പേര് ചേർക്കാനുള്ള അവസാന തീയതി ഈ മാസം 15 വരെ നീട്ടാൻ കേന്ദ്ര കൃഷി മന്ത്രാലയം തീരുമാനിച്ചതായി ജില്ലാ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അങ്കോള ബോട്സ്വാന സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു യാത്ര തിരിച്ചു. അങ്കോള പ്രസിഡന്റുമായി രാഷ്ട്രപതി നാളെ ഉഭയകക്ഷി ചർച്ച നടത്തും. കേരളത്തിന്റെ 3ാം വന്ദേ ഭാരത് എക്സ്പ്രസായ എറണാകുളം ബംഗളൂരു സർവീസിന്റെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ UAE മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിനായി നബാർഡിന്റെ 1441 കോടി രൂപയുടെ പദ്ധതികൾക്ക് അംഗീകാരം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി പ്രവാസി വോട്ടർമാർക്ക് മാത്രമായി കോൾ സെന്ററിന് രൂപം നൽകുമെന്ന് CEO രത്തൻ യു കേൽക്കർ. മഴ മൂലം മത്സരം ഉപേക്ഷിച്ചതോടെ ഓസ്ട്രേലിയക്കെതിരായ പുരുഷ 2020 ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.